മാസത്തിൽ ഒരു പീരീഡ് ലഹരി മാലിന്യ നിർമ്മാർജ്ജനം, കുട്ടികൾക്കെതിരായ അതിക്രമം തടയൽ തുടങ്ങിയ വിഷയങ്ങൾക്കായി നീക്കിവെക്കുന്നത് പരിഗണിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി നിയമസഭയിൽ പറഞ്ഞു. ലഹരിയടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് മാസത്തിൽ ഒരു സ്പെഷ്യൽ അസംബ്ലി കൂടുന്നതിനും നിർദ്ദേശിക്കും. നിരന്തര മൂല്യനിർണ്ണയത്തിന് അധ്യാപകർ നൽകുന്ന 20 മാർക്കിൽ ലഹരി നിർമ്മാർജ്ജനം പോലുള്ള സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയങ്ങളിൽ മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്നവർക്ക് മുൻഗണനയും നൽകും. ലഹരി വസ്തുക്കൾക്കെതിരെയുള്ള ബോധവൽക്കരണം, സമൂഹത്തെ ശാക്തീകരിക്കൽ, ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പിന്തുണ എന്നിവ ലഭ്യമാക്കുന്നുണ്ട്. സ്കൂൾ തലത്തിൽ ജാഗ്രതാ പ്രവർത്തനങ്ങൾക്കുള്ള മാർഗരേഖ നൽകിയിട്ടുണ്ട്. ലഹരി വസ്തുക്കൾ സ്കൂളിലേക്ക് എത്തിക്കുന്നത് തടയാൻ വേണ്ടി രക്ഷാകർതൃ ഗ്രൂപ്പുകളുമുണ്ട്. എല്ലാ സ്കൂളുകളിലും ക്ലാസ് ജാഗ്രതാ സമിതികളുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ മൊഡ്യൂൾ പ്രകാരം അധ്യാപകർക്കും പരിശീലനം നൽകും. UP ഹൈസ്കൂൾ ക്ലാസുകളിലെ അടിസ്ഥാന ശാസ്ത്രം, സാമൂഹ്യശാസ്ത്രം, മലയാളം, ഉറുദു, അറബി പുസ്തകങ്ങളിൽ ലഹരി വിരുദ്ധ പാഠങ്ങളുമുണ്ട്. ഈ അക്കാഡമിക് വർഷം പരിഷ്കരിക്കുന്ന പാഠപുസ്തകങ്ങളിലും ഇത് ഉൾപ്പെടുത്തുമെന്നും അൻവർ സാദത്തിന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മന്ത്രി മറുപടി നൽകി. അതേസമയം സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായുള്ള സപ്ലിമെന്ററി ന്യൂട്രീഷൻ പദ്ധതിക്ക് 22.66 കോടി സംസ്ഥാന സർക്കാർ അനുവദിച്ചതായി മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. സപ്ലിമെന്ററി ന്യൂട്രീഷൻ പദ്ധതിയുടെ ഭാഗമായി ആഴ്ചയിൽ 2 ദിവസം പാലും 1 ദിവസം മുട്ടയുമാണ് നൽകുന്നത്. വിദ്യാഭ്യാസ കലണ്ടർ പുനഃപരിശോധിക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശമനുസരിച്ച് കലണ്ടറിനെ കുറിച്ച് പഠിക്കാൻ സർക്കാർ വിദഗ്ധ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. അധ്യാപക സംഘടനകൾ കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് 25 ശനിയാഴ്ചകൾ പ്രവൃത്തി ദിനമാക്കിയ കലണ്ടർ ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. നിലവിലെ പാഠ്യപദ്ധതി പ്രകാരം പഠനാനുബന്ധ പ്രവർത്തനങ്ങൾക്ക് എത്ര മണിക്കൂർ പഠന ദിനങ്ങൾ വേണ്ടിവരുമെന്ന് വിദഗ്ധ സമിതി പരിശോധിക്കും. കാസർഗോഡ് കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ വിഭാഗം മേധാവി പ്രൊഫസർ VP ജോഷിത്ത്, നാഷണൽ ഹെൽത്ത് മിഷൻ സ്റ്റേറ്റ് നോഡൽ ഓഫീസർ ഡോക്ടർ അമർ S. ഫെറ്റിൽ, തിരുവനന്തപുരം ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഡെവലപ്മെന്റ് പീഡിയാട്രിക് ഡോക്ടർ ദീപ ഭാസ്കർ, SSK മുൻ കൺസൾട്ടന്റ് ഡോക്ടർ S. ജയരാജ്, SCERT മുൻ ഫാക്കൽറ്റി MP നാരായണൻ ഉണ്ണി എന്നിവരാണ് സമിതി അംഗങ്ങൾ. 2 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം. അധ്യാപക സംഘടനകളുമായി QIP യോഗത്തിലുണ്ടാക്കിയ ധാരണയ്ക്ക് വിരുദ്ധമായി വിദ്യാഭ്യാസ വകുപ്പ് 25 ശനിയാഴ്ചകൾ പ്രവൃത്തി ദിനമാക്കിയിരുന്നു. ഇതിനെതിരെ KPSTA, TSTU ഉൾപ്പെടെയുള്ള സംഘടനകളാണ് കോടതിയെ സമീപിച്ചത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.